Hello viewers, namaste, welcome back to my video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നത് സ്റ്റോക്ക് പെർഫോമൻസിൽ ടാറ്റ പവറിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ആക്ച്വലി നമ്മുടെ സോഫ്റ്റ് എല്ലാ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ സോഫ്റ്റ് നമുക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി കാണിച്ചു തരും, എക്സിറ്റ് ലെവൽ എവിടെയാണെന്ന് കാണിച്ചു തരും, അതുപോലെ സ്റ്റോപ്പ് ലോസ് എത്ര വെക്കണം, ഇതെല്ലാ ഡീറ്റെയിൽസ് സോഫ്റ്റ് കാണിച്ചു തരും. അതായത് നമുക്കിപ്പോൾ ട്രേഡ് എടുക്കണമെങ്കിൽ ആ ഒരു സൈഡ് വൈസ് മാർക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ നമുക്ക് സോഫ്റ്റ് കാണിച്ചു തരും. വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കാനും കൂടുതൽ അറിയാൻ അത് ലൈവായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിക്കുക. എൻ്റെ പേര് ഗംഗ. അപ്പം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ടാറ്റ പവറിൻ്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ഇൻട്രാഡേ വൈസ് ആണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഇൻട്രാഡേ ചെയ്യാം, സ്വിംഗ് ട്രേഡിങ് ചെയ്യാം, സ്കാൽപ്പിങ്ങും ചെയ്യാം. അപ്പോൾ ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇപ്പോൾ ടാറ്റ പവറിൻ്റെ മാർക്കറ്റ് വാല്യൂ 269.60. ഇതിനകത്തൊരു വൈറ്റ് കളറിലെ വേർട്ടിക്കൽ ലൈൻ കാണാൻ പറ്റുന്ന ഡേ സെപ്പറേഷൻ ലൈൻ ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ അറിയിക്കുന്നതാണ്. ഇതിൽ നമുക്കൊരു ഗ്രീൻ അപ്പാര കാണാൻ പറ്റും, അത് നമ്മുടെ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനും അതുപോലെ റെഡ് ഡൗൺ ആയി വരുന്ന സെല്ലുമാണ്. അപ്പോൾ സിഗ്നൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. സിഗ്നൽ വരുമ്പോഴുണ്ട് ഇതുപോലൊരു അലേർട്ട് മെസ്സേജ് ഒരു സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരാം, അലേർട്ട് വിത്ത് സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ അലേർട്ട് മെസ്സേജ് എഴുതി കാണിക്കുക, അല്ലെങ്കിൽ ഏറ്റവും മേളിൽ ആ സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കാണിക്കും. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സിഗ്നലും കയറി നമ്മൾ ട്രേഡ് എടുക്കില്ല, കാരണം എല്ലാം കൺഫേം ആയിരിക്കില്ല. അപ്പോൾ ഏതൊക്കെ സിഗ്നൽ എടുക്കാമെന്ന് വെച്ചാൽ കൺഫേം സിഗ്നൽ മാത്രമേ നമുക്ക് എടുക്കാവുള്ളൂ. ആ കൺഫേം സിഗ്നൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ സോഫ്റ്റിനകത്ത് തന്നെ കൺഫർമേഷൻ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണമെന്നുള്ള. ഇപ്പോൾ ഒരു ബൈ സിഗ്നലാണ് ആക്റ്റീവ് എങ്കിൽ സിഗ്നൽ വന്ന ശേഷം ആരോ വന്ന ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ഇവിടെ ബൈ സോണെന്ന് എഴുതി കാണിച്ചു തരും. അത് സോഫ്റ്റ് കാണിച്ചു തന്നോളും, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. സെക്കൻഡ് കൺഫർമേഷൻ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് ഈ ഏത് ക്യാൻഡിലാണ് നമുക്ക് ആരോ സിഗ്നൽ ഇട്ടിരിക്കുന്നത്, ഏത് ക്യാൻഡിലിൻ്റെ പുറത്താണ് സിഗ്നൽ ഇട്ടിരിക്കുന്നത്, വെരി നെക്സ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് ഏറ്റവും മേളിൽ കാണിക്കുന്നത് സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. ആഫ്റ്റർ രണ്ടാമത്തെ കൺഫർമേഷനോടെ ചെക്ക് ചെയ്ത ശേഷം രണ്ടാമത്തെ കൺഫർമേഷൻ സെക്കൻഡ് ക്യാൻഡിലല്ലേ, അതിന് തൊട്ട് താഴത്തൊരു ബാർ ഉണ്ടല്ലോ, ഓരോ ക്യാൻഡിൽ ഓരോ ബാർ ഫോം ചെയ്യുക, അതെന്തായിരിക്കണം ഗ്രീൻ ആയിരിക്കണം. അപ്പോൾ രണ്ട് കൺഫർമേഷനുകൾ ബൈ സിഗ്നൽ വന്ന ശേഷം ഇവിടെ പ്രൈസ് ബൈ സോൺ, അതിന് താഴത്തെ ബാർ ഗ്രീൻ ആണെങ്കിൽ ആ സിഗ്നൽ എടുക്കാമെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ എക്സിറ്റ് ലെവൽ സോഫ്റ്റ് നമുക്ക് എൻട്രി കാണിച്ചു തരുമ്പോൾ എക്സിറ്റ് ലെവലും സോഫ്റ്റ് തന്നെ കാണിച്ചു തരും. 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ 3 ടാർഗറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട്, അത് ട്രെയിലിംഗ് ആണ്. അതായത് മാർക്കറ്റ് കയറുന്നുള്ള സ്റ്റോപ്പ് ലോസ് കയറി വരും. നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ഞാൻ സ്റ്റോക്കിലാണ് കാണിച്ചിരുന്നെങ്കിൽ ഓപ്ഷൻസ്, ഇക്വിറ്റീസ്, എൻ്റെ ഓപ്ഷൻസ്, സ്റ്റോക്ക് ഓപ്ഷനിൽ, അതുപോലെ തന്നെ കമ്മോഡിറ്റീസ്, ഫോറക്സ്, കോമെക്സ്, ഇതെല്ലാം നമ്മൾ സോഫ്റ്റ്വെയർ ഇൻക്ലൂഡാണ്. എല്ലാം ഒരേ സ്ട്രാറ്റജി വഴി എല്ലാം ചെയ്യാനും പറ്റും. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ് സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണോ, ലൈവ് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന്